ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങളൊക്കെ? തന്നെയല്ല. അപ്പം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അൽമറയുടെ കൂടും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഇപ്പം നോമ്പിന് വൃത്തിയാക്കിയതാണ്. അപ്പം ഇനി ഒന്ന് എന്താ പറയുക, ഡപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിയുമ്പോഴേക്ക് കഴുകും കേട്ടോ. അപ്പം ഇപ്പോൾ ഒന്ന് തുടച്ച് വെക്കുക കേട്ടോ. അപ്പം ഇത് തുടച്ച് ഈ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ അതാ ഇതും വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ അപ്പം എന്നാൽ അടുത്ത പണി തുടങ്ങും കേട്ടോ. പിന്നെ രാവിലെ ചപ്പാത്തി, പിന്നെന്താ മൺപയർ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ കറിയും വെച്ചു. പിന്നെ മീൻ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് കാണിച്ചപ്പോൾ കിടക്കാൻ അതൊക്കെ ഡപ്പകളൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. ഞാൻ അതിൻ്റെ മേലെയും കൂടി ഒന്ന് ചെയ്യാണ്ട്. അപ്പോൾ ഈ എലിയുടെ കാട്ടങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വൃത്തിയാക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. ഇത് രണ്ടെണ്ണം കൂടി വൃത്തിയാക്കുക കേട്ടോ. അപ്പോൾ ഡപ്പകളൊക്കെ പുറത്തേക്ക് വിരിച്ചിട്ട് കേട്ടോ. ഈ പേപ്പറൊക്കെ ഇനി അതിങ്ങനെ വിരിച്ച് ഇതേപോലെ ഇങ്ങനെ അടക്കി ഇതേപോലെ വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ അവിടെ പിന്നെ തട്ടിയും കുപ്പിയൊക്കെ നേരെ വെക്കാതെ വൃത്തിയിൽ. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെക്കുക. എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് കൊടയുക കേട്ടോ ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിയാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഞാൻ തുടച്ചു. ഇതിന് അൽമറക്ക് ഡോറൊന്നുമില്ല. അത് ഈ ഡപ്പയുടെ ഈ ഗ്യാസിൻ്റെ ഇവിടെ വെക്കുന്നുണ്ട്. ഇടക്കിടക്ക് പൊടി ഇതിൻ്റെ കരി ഇതൊക്കെ അപ്പോൾ അങ്ങനെ അടുക്കളൊക്കെ കുയ്ത്ത് കിടക്കട്ടോ. ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മീൻ കൊടുന്നിട്ടുണ്ട്, അയിൽ മത്തിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കാണിച്ചു തരാം. അപ്പോൾ അതെട്ടോ അൽമറക്കൂടൊക്കെ എന്താ തുടച്ച് അടിച്ച് ഒക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടോ. ഇതാ പിന്നെന്താ എല്ലാതും എടുത്ത് തുടക്കട്ടെ ചെയ്ത് സാധനങ്ങൾ ഉള്ളുമ്പോൾ കഴിഞ്ഞാൽ അത് കഴുകി വെക്കലാണ്. പിന്നെ നോമ്പിനൊക്കെ എല്ലാതും വൃത്തി. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ എലിക്കാട്ടും അതും എല്ലാതും ആകുമ്പോൾ പൊടിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞൊന്നും തട്ടില്ല. കേട്ടോ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ ദിവസം കൂടുമ്പോൾ ഈ പൊടി ഇങ്ങനെ ആവും. ഗ്യാസ് കത്തിക്കുന്നതായാലും പൊടി നല്ല പൊടി വരും. അപ്പോൾ ഇന്നത്തെ പണി കേട്ടോ. ഇത് അടുക്കള വൃത്തിയാക്കണം. എന്നിട്ട് വേണം ഉള്ളിലേക്ക് അടിച്ചൊരു തുടക്കാൻ. അപ്പോൾ ഇതിനപ്പുറം ഒക്കെ തുടച്ചിട്ടിട്ടോ. ഇപ്പം മീനൊക്കെ ഇനിയിപ്പോൾ തുടക്കൽ കഴിഞ്ഞിട്ട് നന്നാക്കുള്ളൂ. പിന്നെ എന്താ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകി കൂത്തി ഇനിയിപ്പോൾ തുടക്കുക അടിക്കുക ഒക്കെ ചെയ്യട്ടെ. തിരുമ്പുക കുളിക്കുക എന്നിട്ടാണ് ചോറ് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.